മാർക്കറ്റിന്റെ ഗല്ലീസിലൂടെ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ മുടുക്കുകളാണ് ഈ ഗല്ലീസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ബനാറസ് ലസ്സിയാണ്. ബനാറസ് സാരി പോലെ തന്നെ ഫേമസ് ആണ് ഇവിടുത്തെ ലസ്സിയും. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഷോപ്പാണ് ലസ്സി മേക്കിംഗ്. നല്ല കട്ട തൈര് ഇതിനകത്തിട്ട് മത്ത് കൊണ്ട് ഉടച്ച. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല കടകളിലും ഈ മത്ത് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. അവരെ പഞ്ചസാര ഇടുന്നു. ലസ്സി മേക്കിംഗ് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തുനിന്ന് കുടിച്ചിട്ടുണ്ട്. ഇതും ഈ ഗലിയിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു സർവ്വസാധാരണമായ കാഴ്ചയാണ്. നമ്മളിവിടെ ലസ്സി കുടിക്കാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വരുന്നു. പക്ഷേ ഇങ്ങനെ ഓരോ ഫ്യൂണറൽ പ്രൊസഷൻസ് പോകുന്ന കാണാം. ഇവിടുത്തെ ഗാർഡ്സിലെല്ലാം, അവിടെ ഈ ചില ഗാർഡ്സിലൊക്കെ എന്താ പറയേണ്ടത്, ഇത് ശരിക്കും ശവം അടക്കം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഫ്യൂണറലിന് വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഡെഡ് ബോഡീസ്. അപ്പോൾ അതിങ്ങനെ ഓരോ ഇടവഴികളിലൂടെ ഈ ചെറിയ ചെറിയ വഴികളിലൂടെ പോകുന്നതാണ്. ഇതൊന്നും ഇവിടെയുള്ള ആൾക്കാർക്കൊരു വിഷയമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. നമ്മളെ പോലെ ആൾക്കാർ ലസ്സി കുടിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഫ്യൂണറൽ പ്രൊസഷൻസ് കാണാൻ സാധിക്കും. ഈ കടയ്ക്കകത്താണെങ്കിൽ ഫോറിനേഴ്സൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഫേമസ് ഷോപ്പാണ് ഈ ലസ്സി ഷോപ്പ്. പിന്നെ പല ഫ്ലേവേഴ്സിലുള്ള ലස්සീസാണ് ഇവർ തയ്യാറാക്കി കൊടുക്കുന്നത്. ഈ കട അതുകൊണ്ടാണ് ഇത്ര ഫേമസ് തോന്നുന്നു. ഇതിപ്പോൾ ബനാന ലസ്സി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഹൗ മെനി കിतना ഫ്ലേവേഴ്സ്? 70 ഫ്ലേവേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. क्या फ्लेवर्स है? पाइनएप्पल, पपाया, बनाना, एप्पल, पोमोग्रेनेट, सब है. ऑरेंज, कोकोनट, स्ट्रॉबेरी, ब्लूबेरी, ब्लैकबेरी. 70 ഫ്ലേവേഴ്സ് എല്ലാം ഉണ്ട്. നാടൻ ഫ്ലേവേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ബനാന ഫ്ലേവറാണ് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇപ്പോൾ പഴം കൂടി മുറിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ടാണ്. ആപ്പിൾ ഫ്ലേവർ. അപ്പോൾ എത്ര ഫ്ലേവേഴ്സിലുള്ള ലസ്സിയാണ് നമ്മൾ കണ്ടത്. ബനാന ഫ്ലേവേർഡ് ലസ്സി, പഴം മാത്രം ഇട്ടിട്ടുള്ള ലസ്സി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആപ്പിൾ ആൻഡ് ബനാന ലസ്സി. അപ്പോൾ ആപ്പിൾ അരച്ചതും കൂടി ചേർത്തു, ആപ്പിൾ പ്യൂരിയും കൂടി ചേർത്തപ്പോൾ അത്. പിന്നെ മൂന്നാമത്തെ ഫ്ലേവർ നമ്മൾ കണ്ടത് ബനാന ചോക്ലേറ്റ് കോക്കനട്ട് ഫ്ലേവർ. കോക്കനട്ട് ചെറിയത്, പിന്നെ കൊക്കോ പൗഡർ ആൻഡ് ബനാന. ഇതാ വീണ്ടും ഒരു ഫ്യൂണറൽ പ്രൊസഷൻ വരികയാണ്. അടുത്ത ഫ്യൂണറൽ പ്രൊസഷനാണ്. ഇതൊരു ചെറിയ കുട്ടിയുടെയാണ്. നേരത്തെ പോയത് നല്ല പ്രായമായ ആൾക്കാരുടെ. കണ്ടില്ലേ പോണ്ട്. ഇത് ഘാട്ടിലേക്കാണ് പോകുന്നത്. ഘാട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഗംഗയുടെ തീരത്താണ്. ഓ, ഫ്രഷ് സ്ട്രോബെറീസ്. ഐസ ഓൾ ഫ്രഷ്. ഓക്കെ. അങ്ങനെ നാലാമത്തെ ഫ്ലേവർ ലസ്സിയും കണ്ടു കഴിഞ്ഞു. സ്ട്രോബെറി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഫ്രഷ് സ്ട്രോബെറീസ് ആണ്, അല്ലാതെ നമ്മൾ വാങ്ങുന്ന പ്രിസർവ്ഡ് സ്ട്രോബെറീസ് ഒന്നും അല്ല. ഫ്രഷ് ഫ്രൂട്ട്സേ ഇവിടെ ഉപയോഗിക്കുള്ളൂ. അതും കൂടി ചേർത്തിട്ട് ലസ്സി ഉണ്ടാക്കി. അപ്പോൾ പിങ്ക് കളർ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മലായിയാണ് ഇടുന്നത്, അതായത് പാലിന്റെ ക്രീം. അതിങ്ങനെ ഐസിന്റെ മുകളിൽ മലായി പ്രത്യേകം വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് 4 ഫ്ലേവേഴ്സ് ഉണ്ട്, ഇതിൽ ഞാൻ ഏത് സെലക്ട് ചെയ്യണം? പറയല്ലേ, ഞാൻ ഓണർ അല്ലേ, അതുകൊണ്ട് എല്ലാം ബെസ്റ്റാണ്. നോക്ക്, പിസ്റ്റ വെച്ച് ഗാർണിഷ് ചെയ്യും. അലങ്കാരങ്ങൾ പല വിധമാണ്. അത് ഇങ്ങനെ ഗാർണിഷിംഗ് ആണ്. അതായത് ബനാന ലസ്സിയിൽ ബനാന സ്ലൈസസ് വെച്ച്, പിന്നെ പിസ്റ്റ ആൻഡ് പിസ്റ്റയുടെ പീസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സാഫ്രൻ ആൻഡ് റോസ് വാട്ടർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ബനാന കോക്കനട്ട് ലസ്സിയിൽ വട്ടത്തിനരിഞ്ഞ പഴം, പിന്നെ എന്താ ഡ്രിങ്കിങ് ചോക്ലേറ്റ് പൗഡർ ആൻഡ് തേങ്ങ ചരകിയത്, 3 കാര്യം. പിന്നെ വരുന്നത് സ്ട്രോബെറിയുടെ മുകളിലും സ്ട്രോബെറി ലസ്സി, സ്ട്രോബെറിയുടെ കഷ്ണം 2ആയിട്ട് മുറിച്ചതും, പിസ്റ്റ പീസസും, പിന്നെന്താ അങ്ങനെ എല്ലാം ഉണ്ട്. ആപ്പിൾ ആൻഡ് ബനാനയിൽ ആപ്പിളിന്റെ കുറച്ച് അരച്ചതും സ്ലൈസ്ഡ് ബനാന ഇതുണ്ട്. ഇത്രയും കാര്യങ്ങൾ.
ലസ്സി മേക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ലസ്സി ഇവിടെ കൊണ്ടുവരുമ്പോൾ കഴിക്കണം. അപ്പോൾ ഞാൻ കടയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ ഇരുന്ന് കഴിക്കുവാണ്. അവർ ഓർഡർ ചെയ്ത് അവരും പല പല ഫ്ലേവേഴ്സിലേക്ക് കഴിക്കണം. എക്സ്ക്യൂസ് മീ, ഹൗ ഇസ് യുവർ ലസ്സി? വെരി നൈസ്. ഓക്കെ. Different flavors, no? You are having 3 different flavors. And you are from which place? Which country? Denmark. Denmark? We're from Canada, but we all go from Denmark. You are from Cameroon? Denmark, okay. But Denmark, Canada, and how do you find this place, Varanasi? Lonely Planet. Oh, from the Lonely Planet, you got the place. Okay. Lonely Planet ബുക്കിലാണ് വാരണാസിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി. And did you like this place? Varanasi? Of course, so good. Very good. Different experience for you, right? അവർ വളരെ ഹാപ്പി. കണ്ടില്ല, ഇങ്ങനൊരു സ്ഥലമൊന്നും അവർക്ക് വിദേശത്ത് പോയാൽ കാണാൻ പറ്റും മറ്റു രാജ്യങ്ങളിൽ. ഇത്രയും ഒരു എന്താ പറയേണ്ട, ഒരു ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സ്ഥലം, സ്പിരിച്വാലിറ്റിക്ക് ഭയങ്കര പ്രാധാന്യമുള്ള സ്ഥലം, ഇത്രയും ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റി. അപ്പോൾ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിറ്റീസ് എന്ന് പറയാൻ പറ്റില്ല വാരണാസി. അപ്പോൾ ഈ ബനാറസിൽ വന്നിട്ട് അവർക്ക് ഭയങ്കര ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അലീസും ഈ റിലീജിയസ് റിച്വൽസും എന്താ പറയുക, ഇവിടെ റിലിജിയൻ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമല്ല. അപ്പോൾ ഇതും പിന്നെ ഇങ്ങനത്തെ ഭക്ഷണവും ലസ്സിയും വളരെ ലോക്കലായിട്ടുള്ള അതെല്ലാം അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. നമ്മൾക്ക് പോലും ഭയങ്കര അതിശയമാണ് ചില കാര്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ അവരുടെ കാര്യം പറയേണ്ടല്ലോ. ഞാൻ എൻ്റെ ലസ്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റെഡിയായി കഴിഞ്ഞു. ഈ ഷോപ്പിന്റെ പേരെന്താ അറിയോ? ദ ബ്ലൂ ലസ്സി ഷോപ്പ്. ഈ ബ്ലൂ ലസ്സി ഷോപ്പ് വളരെ ഫേമസ് ചൗക്കിലെ. പിന്നെ ഇവിടെ ഈ ചുവരിലെല്ലാം തന്നെ കുറേ റൈറ്റിംഗ്സ് ഉണ്ട്. അതായത് ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അവരിങ്ങനെ എൻഡോസ് ചെയ്യാണ് ഈ കടയെ. ദ ബ്ലൂ ലസ്സി ഷോപ്പ്, ഐ ലവ് ദിസ് ബ്ലൂ ലസ്സി ഷോപ്പ്, ഇവിടുത്തെ ലസ്സി കൊള്ളാം, ഐ ലവ് ബനാറസ് എന്നൊക്കെ. ഇവിടെ വന്നിട്ടുള്ള ഫോറിനേഴ്സും അല്ലാത്ത ആൾക്കാരും ഗസ്റ്റുകളായിട്ട് വാരണാസിയിലേക്ക് വന്ന ടൂറിസ്റ്റുകൾ എല്ലാവരും സാക്ഷ്യപത്രങ്ങൾ പോലെ ഇങ്ങനെ അത് ഈ കടയുടെ ഒരു ചുവര് മുഴുവൻ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ മനസ്സിലായില്ലേ കട എത്ര ഫേമസ് ആണെന്ന്. എല്ലാം എഴുതി ഇങ്ങനെ വെച്ചിരിക്കുക. താങ്ക് യു. അപ്പൊ എന്റെ ലസ്സി എത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ പല ഫ്ലേവേഴ്സ് കണ്ടെങ്കിലും ബനാന ഫ്ലേവറാണ് പ്രിഫർ ചെയ്തത്. ബനാന. അപ്പൊ അതില് ഇത് കുറച്ചുകൂടെ അലങ്കരിച്ചിരിക്കുകയാണ്. പൊമോഗ്രാനൈറ്റ് സീഡ്സ് ഇട്ടിട്ട് മാതളത്തിന്റെ ഇതും പഴം, സാഫ്രൺ ആൻഡ് റോസ് വാട്ടർ, നല്ല പഴത്തിന്റെ ഫ്ലേവർ. അങ്ങനെ ബ്ലൂ ലസ്സി ഷോപ്പിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നു. രാത്രി വൈകിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കടകളെല്ലാം പകുതി കൂടുതൽ അടച്ചു കഴിഞ്ഞു. ഞാനിങ്ങനെ സാരി വിശേഷങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് നടക്കല്ലേ. ലസ്സിയും കുടിച്ചു, ലസ്സി മേക്കിങ്ങും കണ്ടു, പല ഫ്ലേവേഴ്സ്. പോകുന്ന വഴിക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. ഇപ്പൊ ഇതൊരു സ്വീറ്റ് ഷോപ്പിന്റെ ഫ്രണ്ട് എത്തി. ഇവിടെ കുറെ സ്വീറ്റ്സ് ഉള്ള ഷോപ്പാണ്. രാജ് ബിന്ദു എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. സത്യം പറഞ്ഞാൽ പേര് പോലും നോക്കാതെയാണ് കയറി. സ്വീറ്റ് ഷോപ്പ് കൊണ്ട് ചാടിക്കറി. ഇത് വളരെ ഫേമസ് ആണെന്ന് പറയുന്നു. ഇത് പർവർ എന്ന് പറയുന്ന ഒരു ഈ എന്താ പറയുക കോവയ്ക്കയുടെ ഷേപ്പിലിരിക്കുന്ന ഒരു വെജിറ്റബിൾ ഉണ്ട്. അതിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്വീറ്റാണ്. അകത്ത് ഡ്രൈ ഫ്രൂട്ടും കോയ ഇതെല്ലാം വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ള സാധനമാണ്. പിന്നെ പലതരം പേട, മൂങ് ദാൽ ഹൽവയാണിത്. കണ്ടല്ലേ, അതായത് ചെറുപരിപ്പിലുണ്ടാക്കുന്ന ഹൽവ. ഇത് മൈദ, ഷുഗർ, ഗീ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത് കല്യാണങ്ങൾ, വെഡിങ്സ്. ഇത് മധുരം ഇല്ലാത്തത്, ഇത് മധുരമുള്ളത്. അങ്ങനെ ഒരു പലഹാരം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ പലഹാരങ്ങൾ, ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന പലഹാരങ്ങൾ. ഇവരുടെ കടയിലെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആപ്കി ദുക്കാൻ കി സ്യാദാ സ്പെഷ്യൽ മലായി പാൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് വാരണാസിയിൽ മാത്രം കിട്ടുന്നതാണ്. ഒരു പാൻ ഷേപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആണല്ലേ, പാനിന്റെ ഒക്കെ ഷേപ്പില്. അതാണ് മലായിക്ക് ഗിലോബി. ആൻഡ് ഇസ്ക അന്തർ മേ അയ്യോ ഭയങ്കര രസമുള്ള സ്വീറ്റ്. മലായി പാൻ, അകത്തെല്ലാം പിസ്ത, കാജു, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ്. സിൽവർ പേപ്പർ വെച്ച് ഒട്ടിച്ച് എന്തൊരു നല്ല സ്വാദം. ഇത് വാരണാസി സ്പെഷ്യൽ മലായി പാൻ. ആൻഡ് മലായി സാൻഡ്വിച്ച്, അതും ഇവിടുത്തെ സ്പെഷ്യലാണ്. മലായി സാൻഡ്വിച്ച് ഇസ്കെ അന്തർ മേ ബി ഇങ്ങനെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അകത്ത് വെച്ചിട്ട് സാൻഡ്വിച്ച് മാതിരി, മുകളിലും താഴെയും മലായി, അകത്ത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഫില്ലിംഗ്. അതിനെ മലായി സാൻഡ്വിച്ച് എന്ന് പറയും. രാജ് ബന്ധു എന്നുള്ള ആ സ്വീറ്റ് ഷോപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്.
ഒരുപാട് നല്ല വിശേഷങ്ങൾ കണ്ടില്ലേ സ്വീറ്റ് ഷോപ്പില്. അപ്പോൾ മലായി പാൻ എന്നുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വാരണാസി സ്വീറ്റ് നമ്മൾ കഴിച്ചു. അപ്പോൾ ഇനി ഞാൻ ഇവിടെ കിടന്ന് കറങ്ങേണ്ട ആവശ്യമുണ്ടോ ഈ ഗലിയിലെല്ലാം? ഇത് കുറച്ച് ആൾക്കാർ മാത്രമായി മാറിക്കഴിഞ്ഞ് രാത്രി ഒരുപാട് വൈകി. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ നാളെ ഞാൻ തിരിച്ചു പോവാണ്. വീണ്ടും കാണാം. അതുവരെ